പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ, നിങ്ങൾ ചെയ്ത പാപകർമ്മത്തിന്റെ പ്രതിക്രിയയാകുമോ എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. ഒരു സിനിമയിലെ വരികൾ കടമെടുത്തിട്ടാണെങ്കിലും ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇത്ര നിശിതമായ വിമർശനം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഋഷിപ്രോക്തമായ ഈ വേദങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട്, വേദോപനിഷത്തുകളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പഞ്ചാഗ്നി മധ്യേ തപസ് എന്നൊക്കെ പറഞ്ഞാലേ, നമ്മൾ സാധാരണ സിനിമയിലൊക്കെ പഞ്ചാഗ്നി മധ്യേ തപസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റും അഗ്നി കൂടിയിട്ട് അതിന് നടുവിൽ തപസ് ചെയ്യുന്നതിന് നമ്മൾ പഞ്ചാഗ്നി എന്ന് പറയുന്നു. സാധാരണ ഈ പഞ്ചാഗ്നി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചുറ്റും അഗ്നി എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത്, മുന്നിലും പിന്നിലും 2 വശങ്ങളിലും അഗ്നി, മുകളിലും അഗ്നി, അങ്ങനെ ഉള്ള ഒരു പഞ്ചാഗ്നി മധ്യേ തപസ് എന്നാണ് സാധാരണ നമ്മുടെ ചെറിയ പരിമിതമായ ബുദ്ധിയിലൊക്കെ മനസ്സിലാക്കുക. പക്ഷേ പഞ്ചാഗ്നി മധ്യേ എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക, നമ്മുടെ ഋഷികളുടെ ഒരു സങ്കല്പം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വേദോപനിഷത്തുകളിലെയൊക്കെ സാരസംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാഗ്നി മധ്യേ എന്ന് പറയുമ്പോൾ മാതാവിനെയും പിതാവിനെയും സ്വന്തം ആത്മാവ് എന്ന് പറയുന്ന അഗ്നിയെയും, അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചാഗ്നിയെയും എന്ന് പറഞ്ഞാൽ അതാണ് ഈ 5 അഗ്നികൾ എന്ന് പറയുന്നത്. 1 മാതാവ്, 2 പിതാവ്, 3 ഗുരു, അടുത്തത് ആത്മാവാണ്, ഓരോരുത്തരുടെയും ആത്മാവ്. 4ാമത്തെ അഗ്നിയാണത്. 5ാമത്തെ അഗ്നി എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്ത പ്രപഞ്ചാഗ്നിയാണ് 5ാമത്തെ അഗ്നി. ഈ 5 അഗ്നികൾക്ക് നടുവിലുള്ള തപസ് എന്ന് പറഞ്ഞാൽ